എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അജയ് പോയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 21 പോയതാണ് അജയ്. അപ്പോൾ ഇതുവരെ വന്നില്ല. ചില കുടുംബ പ്രശ്നം കാരണം വരാൻ താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും 20 ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജയ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല പണിയാണ്. ഇന്നാണെങ്കിൽ മണിയെണ്ണനും ഇല്ല. അപ്പോൾ പട്ടിക്ക് ചോറ് വയ്ക്കുക, കോഴിക്ക് തീറ്റ കൊടുക്കുക, താറാവിന് തീറ്റ കൊടുക്കുക, ടർക്കിക്ക്, പിന്നെ പട്ടിക്കുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുക. അത് തന്നെ വലിയൊരു ജോലിയാണ്. പോത്തിനെയൊക്കെ അഴിച്ച് കെട്ടണം. അത് പിന്നെ അച്ചാച്ചി ചെയ്യുന്നത്. പോത്തിനെ അഴിച്ച് കെട്ടുന്നതും പശുവിനെ അഴിച്ച് കെട്ടുന്നതും എല്ലാം അച്ചാച്ചി ചെയ്യും. പിന്നെ അത്യാവശ്യം ഈ സ്ഥലം എല്ലാം ഒന്ന് അടിച്ചു വരിക. അങ്ങനെ അത്രയും കാര്യങ്ങളുണ്ട്. കീട് സ്കൂളിൽ പോന്നു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അണ്ണാണിക്കും കണ്ണാപ്പിക്കും ഇന്ന് ക്ലാസ്സില്ല. അങ്ങനെയാണ് ഇന്നത്തെ കഥ. ഇതിലാണ് അച്ചാച്ചി വിത്ത് നടുന്നത്. അയ്യോ ചേട്ടാ, ഞങ്ങളുടെ കൊച്ച് തന്നെ ബട്ടൺ നീയാണോടാ വെപ്രാളേഷ്? ക്ഷമ ചായ കുടിക്കുന്നു. അമ്മ രാവിലെ അലമ്പിക്കൊണ്ടിരിക്കുന്നു. അമ്മ എന്തോ ദോശ ഉണ്ടാക്കുന്നത്? അമ്മ കിടൂനുണ്ടാക്കുന്ന ദോശ ഒന്ന് കാണിച്ചേ. ഞാനാ ഉപ്പിട്ടോ? ഇളക്കിയില്ലായിരുന്നു. ഇളക്കിക്കോ, നല്ലോണം ഇളക്കിക്കോ. കമ്മി കൂടാ ഉരുണ്ടോ? കണ്ടില്ലല്ലോ. ഇത് ദോശ അടിച്ചു വിട്ടേരും കേട്ടോ കുറച്ചു നേരം. ഇതെന്തോ ഇത്? അവന് വന്ന് തിന്നാൻ വന്നിരിക്കുമ്പോ ഒരു ഭംഗിയൊക്കെ വേണം, ഒരു പൂവിന്റെ ഭംഗിയൊക്കെ. അമീബയോ? അമീബ പോലെ ഉണ്ട്. കിടൂന്റെ ദോശ, നക്ഷത്ര ദോശ. കിടൂര് പറ്റിയാണ്. ഹലോ, ഇത് നാണിച്ചങ്ങ് പോന്നെ ഇല്ലേ? ഇവിടെ എന്താ ഒരാൾക്ക് നാണുണ്ടല്ലോ. ഭയങ്കര നാണം വരുന്ന ആളെ കണ്ടപ്പോഴത്തേക്ക് ണ്ടോ ഈ വണ്ടി എന്റെ ചെറുക്കൻ എവിടെ നിന്നല്ലോ അറിയാം. കേട്ടോട് നീ എന്തിനാ നാണിക്കുന്ന അവളെ കണ്ടിട്ട്? അവൾ കണ്ടില്ല ചിരിച്ചോണ്ട് നാണം ഒന്നും കാണിച്ചില്ല. ഇതിന്റെ നാണം കൊണ്ട് കളപ്പറിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. ഇതാ അച്ഛ. അപ്പൊ അപ്പടെ തലത്തൊരു സത്യം ചെയ്തില്ലേ? അപ്പടെ തലത്തൊരു സത്യം ചെയ്ത് ഇവിടെ വന്ന് ഹോംവർക്ക് ചെയ്യാം. എൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകുമല്ലോ കള്ളക്കിട് കാരണം. ഞങ്ങളിവിടെ വന്ന് ഒരു പരിപാടിയിലാണ്. അപ്പോൾ അപ്പം ഉണ്ടോ നോക്കണേ ഇതിനകത്ത്? അടയ്ക്കാതെ ക്യാമറ വെച്ച്. ഇപ്പൊ ഉണ്ടോ? നീ ഒന്ന് വിട്ടേ. കിടുവിന്റെ പ്രായത്തില് അച്ചാച്ചിയുടെ അപ്പൂപ്പൻ അച്ചാച്ചിയും കൊണ്ട് ഇവിടെ ഒക്കെ കൃഷിക്കും കാര്യത്തിനും എല്ലാം കൊണ്ടു നടന്ന് നമ്മുടെ പറമ്പായിരുന്നത്. എനിക്കൊരു ദിവസം ഇവിടെ കഴിയണമെന്ന് വലിയ മോഹമായിരുന്നു. എനിക്ക് ഈ ഓരോ പറമ്പിൽ കൊണ്ട് നടക്കുമ്പോഴും എൻ്റെ ഇന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ എൻ്റെ ടെൻറ്റിന് വല്ലാത്ത പ്രത്യേകത. ഞാൻ 2-3 ദിവസം ഇവിടെ കിടക്കാൻ. കുടുംബ വീടിന്റെ അന്യം നിന്ന് പോയ കുടുംബ വീടിന്റെ സമീപവാസമാണ്. അവിടെയൊക്കെ എല്ലാവരും ഉണ്ട്, ഓരോരോ മക്കളാണ്. കിടു തുറന്ന് കൊതുകിനെ കയറ്റാതെ പിന്നെ. അപ്പോൾ ഞങ്ങൾ ബീഫും പൊറോട്ടയും അതാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാ തവണ ആറ്റുതീരത്ത് കെട്ടാറുണ്ട് ടെൻറ്റ്. പക്ഷേ ഇന്ന് ഇത്തിരി ഇത്തിരി മാറിയിട്ടാണ്. അപ്പോൾ വെള്ളം എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അച്ചാച്ചി ബീഫ് കഴുകാൻ പോയി. ഓ എന്തുവാ ചെയ്യണ്ടേ ഇപ്പോൾ? നീ എന്താ ഉദ്ദേശിച്ചേ? ഇനി വന്നേ, ഹോംവർക്ക് ചെയ്തേ. അയ്യോ, അച്ഛ വരുമ്പോൾ പറയുന്നു. അപ്പയുടെ തലത്തൊരു സത്യം ചെയ്താണോ? ഞാൻ പിണങ്ങേ.
നീ അല്ലേടാ പറഞ്ഞ ഹോംവർക്ക് ചെയ്യാന്ന്. നിന്നെ പട്ടി പിടിച്ചോണ്ട് പോട്ടെ. കിടൂന് ചോറ് വാരി കൊടുക്കുന്ന വിഷയം. അവനങ്ങ് വിശന്നിട്ട് വയ്യുന്നു. 6 എടുക്കണം. നേരം വെളുത്ത് തന്നെ എടുക്കാം. ചാച്ചി ഇവിടെ തീ കത്തിച്ചു. ഇത് തീ കത്തിക്കുന്ന ആരാന്നറിയോ? ഞാനല്ല. അയ്യോ, ഞാനും എൻ്റെ അപ്പൂപ്പനെ ഞാൻ കിടുവിനെ കൊണ്ട് ഞാനിപ്പോൾ നടക്കുന്നില്ലയോ, അതിൻ്റെ 100 ഇരട്ടി. ഇത് ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈ മറ്റേ മധുരക്കിഴങ്ങ് പറഞ്ഞില്ലയോ. പക്ഷേ ഇവിടെ എല്ലാം അങ്ങ് മധുരക്കിഴങ്ങ്. എന്നെയും കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇവിടെ ഒരു 3 മൂട് തെങ്ങുണ്ടായിരുന്നു. തെങ്ങുള്ളപ്പോൾ കരിക്ക് വെട്ടിത്തരും. അപ്പോൾ ഇതുകൊണ്ട് ആ മൂലയ്ക്ക് ഒരു കിളിച്ചുണ്ടമാവുണ്ടായിരുന്നു. ഈ മാങ്ങയുടെ സമയമാകുമ്പോൾ പുള്ളിക്കാരൻ അതെല്ലാം പൊടിച്ച് വെച്ചിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് തരും. പിന്നെ അവിടെ കശുമാവുണ്ട്. എന്നിട്ട് ഈ കശുമാവെ കയറിയിട്ട് ഈ പച്ച കശുവണ്ടി ഉണ്ടല്ലോ, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം അതേ കയറിയിട്ട് പൂളി അപ്പൂപ്പന് 2 എണ്ണം തിന്നും. പക്ഷേ എന്നെ കൊണ്ടങ്ങ് തീറ്റിക്കും. എന്നിട്ട് ഇതുപോലെ തീ കത്തിച്ചിട്ട് 4 എണ്ണയുള്ളിലും ചുട്ട. എന്നിട്ട് ഇവിടോട്ട് ചൂണ്ടയിടും. ഓ, പുള്ളിക്കാരൻ ചൂണ്ടയിടുമ്പോഴാണ് മീൻ കിട്ടുന്നത്. ഇവിടെ പിന്നെ ഞാനിപ്പോൾ കുറേ കാലമായി വന്നിട്ട്, എന്നാലും എനിക്കിതൊരു വലിയ കൊതിയായിരുന്നു. ഒരു 10 ദിവസം എൻ്റെ കിടുവിനെയും കൊണ്ട്. പക്ഷേ ഇത് ഇപ്പം ഏതാ കള്ളക്കിടുവിനെ കൊണ്ടോ ഹോംവർക്ക് ചെയ്യാത്ത കൈമാറി പോയാലും ഉണ്ടല്ലോ, ഞങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ആയി വസ്തു. അപ്പോൾ ഇവിടെ ചിലപ്പോൾ വരുമ്പോൾ ആടാ എന്താടാന്നൊക്കെ ചോദിക്കുമല്ലോ. ഇച്ചിരി കഴിയുമ്പോൾ ഉണ്ടല്ലോ. ഇന്നിത് ടെൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതിൻ്റെ അധികാരിയായി എൻ്റെ ഒരു കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയുടെ മോൻ്റെ പേരിലായി വസ്തു ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു നീ ആയിരുന്നോ ഒരു വെള്ളം കണ്ടപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ, എന്നാലും പറമ്പിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവർ കേട്ടത് ആരോ കുടിൽ കെട്ടി താമസിക്കുന്ന തോന്നുമായിരിക്കും. പക്ഷെ അതൊന്നുമില്ല. ഞാൻ ഇനി ഒരു 10 ദിവസമല്ല, മാസത്തിലൊരു ദിവസം ഇതുപോലെ ഇങ്ങനെ വരും. ചൂണ്ടയിടും. അവിടെ ചൂണ്ടയിടണം. നാളെ ഇന്ന് തീറ്റി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നാളെ ചൂണ്ടയിടും. ഇതിപ്പോൾ കത്തിച്ച് നമ്മൾ കറിയും ചോറുമൊക്കെ ഉണ്ടാക്കി പറ്റിപ്പോയി. ഇവിടെ ഒരു കുളമുണ്ടേ, അതിനകത്ത് മീനുണ്ടായിരുന്നു. പക്ഷേ അത് 2-3 ഷെയറായിരുന്നു. അവരുടെ പിന്നെ അനിയൻ്റെ മോടെ കല്യാണമായിരുന്നു. അപ്പോൾ ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം കൂടി അവർക്ക് മീനും പിടിച്ച് വറുത്ത കുളം അങ്ങ് കാലിയാക്കി. ഈ വീട്ടിലെ കല്യാണത്തിലാണ് കിടു അണ്ണനും കൂടെ തിരുച്ചിറപ്പള്ളി, അതായത് ചെന്നൈയിൽ പോയത്. സ്വന്തം അനിയൻ്റെ മോടെ കല്യാണം. അതെ. പക്ഷേ കാലങ്ങളും വിഷയങ്ങളും കാരണം ചേട്ടനനിയ മക്കളാണ്. അപ്പം സമയങ്ങളിലൊന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല. പക്ഷേ അവർക്കെല്ലാം നമ്മളെ അറിയാം. അതുപോലെ അവർ ദുബൈയിലാണ്. ദുബൈയിൽ അവരോട് ഓരോരുത്തരും പെട്ടെന്ന് സുഖത്തോടെന്ന് പറയുമ്പോൾ നിന്നെ തിരക്കാറുണ്ട്, നിന്നെ അറിയാറുണ്ട്, നമ്മളെ എല്ലാം അറിയാം. ഉഷമ്മ അവിടെ അച്ചാച്ചിക്ക് ലൈറ്റ് അടിച്ചുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ബീഫ് കഴുകിക്കൊണ്ടിരിക്കുന്നു. കയ്യിലൊരു വടിവാളൊക്കെ ഉണ്ട്. അടുപ്പിൽ വെക്കാൻ വേണ്ടി എടുത്തു. ഇത്രയും വിറകിൻ്റെ കോള് കഴിഞ്ഞാൽ തീർന്നു. തീയൊക്കെ കത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നൂതി കൊടുത്താൽ നല്ലോണം കത്തിക്കൊള്ളു. ആകാശത്ത് ലൈറ്റ് അടിച്ച് കാണും ഒരുത്തൻ. എപ്പോഴാ ഹോംവർക്ക് ചെയ്യുന്നേ? എപ്പോഴാ? എന്താ കഴിക്കാന്നല്ലേ? അവൻ്റെ അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ. അതിനിടയ്ക്ക് ഒരുത്ത് വീശി കൊടുക്കുക തീക്ക്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് ഇനി ഊതിയാൽ മതി. അതിൻ്റെ അടപ്പാണ് കിടുമോൻ്റെ ഇരിക്കുന്നേ. ആരെ അത് വേഗമൊന്നും വേണ്ടേ? ഇതിനാ നീ അടി കൊള്ളുന്നേ? ഇരുട്ടത്തോണ്ടിരിക്കാനാണോ? രണ്ട ചേച്ചി അതിന്റെ വള്ളിയെല്ലാം വെച്ച് പൊട്ടിക്കുക. ഒഴിച്ചോ ഒഴിച്ചോ. കുഴിയുള്ള പാത്രം എടുത്താൽ മതിയായിരുന്നു അല്ലേ? പല
അതെ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങള്. ഇല്ല, എന്നോട് പറഞ്ഞു ഷവർമ വന്നിട്ടാ ഹോംവർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വഴറ്റാൻ വേറെ സൗകര്യങ്ങളില്ല. ഇതിൽ കിടന്ന് വള്ളു. അതിന് ഉപ്പുണ്ട്. ഇതാരാ നോക്കിയേ, തലമുടിയൊക്കെ മൂടി വെച്ച് തേങ്ങാക്കൊത്ത്. പൊളിച്ചേ പൊളിച്ചോഷമേ വേണ്ട തീ പിടിച്ച് പക്ഷെ എന്നാ കാപ്പി കുടിക്കുന്നോ? തേങ്ങാക്കൊത്ത് ഇങ്ങോട്ട് ഇട്ടോ, ഇവിടെ ഇട്ടോ. ആയിട്ടോ. അത് വിളിച്ചു ചോദിച്ചോളൂ. കിടൂ, ഒരു ഗ്ലാസ് എടുത്തോ. സങ്കടം വാർക്കാം. തേങ്ങാക്കൊത്ത് ലാസ്റ്റാണ് കിട്ടിയത് വീട്ടിൽ നിന്ന് വന്നത്, അതുകൊണ്ട് മൂപ്പിച്ചിട്ടില്ല. അതിനകത്ത് തന്നെ കിടക്കുക. ഉഷമേൻ്റെ കൂടെ ഇളക്കി തരും. അല്ല ഇളക്കി തരുമോ? അടിക്ക് പിടിച്ചു തുടങ്ങിയ അടികാ തിളങ്ങണം. എന്ത് കൊടുക്കണ്ടാണേ ഉഷമ നല്ല രീതിയിൽ ഇളക്കി തരും. അങ്ങനെ പൊറോട്ട. ഇത് അമ്മ സാമ്പാറും കൂട്ടി കഴിക്കാമേ. ചുമ്മാ തന്നു. ഇല്ല മതി. നല്ല പെരണ്ട ബീഫ്. അവസാനം കുറച്ച് കാണിക്കുന്നുണ്ടല്ലോ. അത് ഞങ്ങൾ ബാക്കി കഴിച്ച്. മസാലകളൊന്നും അധികം ഇടാതെ ലൈറ്റായിട്ട് വേവിച്ചെടുക്കുക. ചെറിയ തീക്കനലിരുന്ന് ആയിക്കൊണ്ടിരിക്കുന്ന ബീഫ്.